എന്താണെന്നറിയത്തില്ല. ഞാൻ അവരെ കുറച്ച് എനിക്ക് നെഗറ്റീവ്, അവരുടെ പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് റിയാക്ഷനോളുകളുണ്ടല്ലോ എനിക്ക് നെഗറ്റീവ് അടിക്കുന്ന കുറേ കണ്ടന്റോളുകൾ. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ പിന്നെ അവളുമാർക്കും എല്ലാം അങ്ങ് ആദ്യമാണ്. എന്താണ് എനിക്കൊന്ന് ചാരപ്രവൃത്തി ഉണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ അവന്മാർ തന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്തായിരിക്കും. എന്തായാലും ഞാനെടുത്ത പോസ്റ്റൊക്കെ അവന്മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി താങ്ക്സ് എനിക്ക് വേണ്ടി പ്രമോഷൻ ഇങ്ങനെ ചെയ്യുന്നതിന്. ഒരുപാട് താങ്ക് യു സോ മച്ച്. നെഗറ്റീവ് പറയുന്ന കുറച്ച് പേര്, നെഗറ്റീവ് റിയാക്ഷൻ ചെയ്യുന്ന കുറച്ച് പേര് വ്ളോഗേഴ്സ്, താങ്ക് യു സോ മച്ച്. എനിവേ ഞാൻ എങ്ങനെയാണ് ജീവിച്ചു പോട്ടടാ. നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഇറക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നീയൊക്കെ നിന്റെ കാര്യം നോക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പോലും നടക്കത്തില്ല. അവന്മാർക്ക് എൻ്റെ കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കണം. സോ അതാണ് അവരുടെ ഉപജീവന മാർഗം. എനിവേ എൻ്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ എന്ന് അറിയത്തില്ല, ഇനി ചാരപ്രവൃത്തി നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാനിടുന്ന പോസ്റ്റ് അവന്മാർക്ക് കിട്ടുന്നുണ്ട്. എനിവേ എനിക്ക് താങ്ക് യു സോ മച്ച് ഫോർ ഫ്രീ പ്രമോഷൻ. ഹലോ ഗീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ രേണു സുധി അങ്ങനെ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ വഴി ഹോട്ടായിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും അത് തുടങ്ങിയിട്ട് നല്ല രീതിയിൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വന്നിട്ട് നമ്മൾ യൂട്യൂബേഴ്സാണ് അവൾക്ക് ഫ്രീ പ്രൊമോഷൻ ചെയ്തു കൊടുക്കുന്നതെന്ന് അവൾ പറയുന്നു. ഇനി എന്തെങ്കിലും നാട്ടുകാരെ കാണിക്കാത്തതായിട്ടുണ്ടോ? അല്ല, ഓൾമോസ്റ്റ് എല്ലാം കാണിച്ചു കഴിഞ്ഞു. ഇനി എന്തു കാണാൻ വേണ്ടിയിട്ടാ? ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇവളുടെ ഈ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാൻ നിൽക്കുന്നവര് ഏറ്റവും വലിയ മണ്ടന്മാരാണെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തരാണ് നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? എന്നാ അറിഞ്ഞോളി. നീ പരിപാടിയൊക്കെ കാണണമെങ്കിൽ പൈസ കൊടുത്താലേ കാണാൻ പറ്റുമെന്ന് ആരാ പറയുന്നേ നോക്ക്, കണ്ടോക്ക്. ആ പൈസ കൊടുക്കണമെന്നാ പറയുന്നത്. എന്തിനാന്നറിയോ? ഇതാ ഈ ഡാൻസ് കാണാൻ പറ്റും. ഇത് കാണാൻ വേണ്ടിട്ട് നമ്മള് പൈസ കൊടുക്കണമെന്നാ പറയുന്നത്. സുനാമി വന്ന്, ഓഗി വന്ന്, 2 വെള്ളപ്പൊക്കം വന്ന്, നിപ്പ വന്ന്, അത് കഴിഞ്ഞ് കൊറോണയും വന്നു. അതിനുശേഷം വന്നാണ് രേണു സുധി. സഹിച്ചില്ലേ നമ്മള്? ഇന്നീ സഹിക്കണോ? പൈസ തന്നും നമ്മള് സഹിക്കണോ? നിർത്തിട്ട് പോണ്, മതിയായി, വയ്യ, നിർത്തുന്നു. ഇൻസ്റ്റാഗ്രാമും നിർത്തുന്നു, ടിക്ടോക്കും നിർത്തുന്നു, ഫേസ്ബുക്കും നിർത്തുന്നു, എല്ലാം നിർത്തുന്നു, മതിയായിക്കണ്. കൊള്ളായിരുന്നല്ലേ ഈ ഒരു സഹോദരന്റെ ഈ ഒരു പ്രതികരണം? വളരെ നന്നായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചൊരു വഴിയായി. ശരിക്കും പറഞ്ഞു ഞാൻ സഹോദരൻ പറഞ്ഞ കറക്റ്റ് കാര്യമല്ലേ. സുനാമി വന്നു, കൊറോണ വന്നു, അതിനുശേഷം വന്നാണ് രേണു സുധി. അതും നമ്മൾ സഹിച്ചില്ലേ. ഇനിയിപ്പൊ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്റെ പൊന്നോ, എന്താ ഇതിനൊക്കെ പറയുന്നേ? എന്നിട്ട് അവള് വന്നിട്ട് പറയുന്നു, അവൾക്ക് വേണ്ടി യൂട്യൂബേഴ്സും മറ്റ് ആൾക്കാരൊക്കെ ഇവർക്ക് വേണ്ടി ഫ്രീ പ്രൊമോഷൻ ചെയ്തു കൊടുക്കുവാണെന്ന്. എന്നാലും എനിക്കതല്ല സംശയം, ഇവളുടെ ഈ അപരാധം കാണാനായിട്ട് ആരാടാ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിരിക്കണേന്ന് അറിയത്തില്ല. ഏറ്റവും വലിയ ലോക മണ്ടന്മാരും പൊട്ടന്മാരും ആയിരിക്കും ഇവളുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇവളുടെ ഈ അപരാധം കാണാൻ പോയിരിക്കുന്നത്. അല്ലാതെ എന്താ ഇതിനൊക്കെ പറയേണ്ടത്? രേണു സുധി എന്നെ പേടിച്ചിട്ട് സുധിച്ചേട്ടന്റെ പ്രൊഫൈൽ പിക്ക് മാറ്റുകയാണ്. ഞാൻ ഇന്നലെ അവൾക്കിട്ട തെറി നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ രേണു സുധിയോട് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നീ എന്ന് നിന്റെ ആ ഒരു സുധിച്ചേട്ടന്റെ പ്രൊഫൈൽ പിക്ക് മാറ്റുന്നു, അതുവരെ ഞാൻ പോരാടും. നീ എനിക്ക് കേസല്ല എന്ത് മണ്ണാങ്കട്ട വേണമെങ്കിൽ കൊടുക്കൂ. അത് നീ മാറ്റാൻ തയ്യാറാവുന്നില്ലെങ്കിൽ സുധിച്ചേട്ടന്റെ കുടുംബവുമായി ഞാൻ സംസാരിച്ചിട്ട് നിനക്കെതിരെ നിയമ നടപടിക്ക് ഞാൻ പോകും. കാരണം മരിച്ചുപോയ ആ മൃതദേഹത്തെ വെച്ചിട്ടാണ് നീ കളിക്കുന്നത്. കണ്ടോ, നിങ്ങൾ നല്ല പേടിയുണ്ട് അവൾക്ക്. ഞാൻ പറഞ്ഞു പ്രൊഫൈൽ പിക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ കേസ് കൊടുക്കും. ആ വ്ളോഗ് ഇട്ടിട്ട് ഏകദേശം കൃത്യം 4-5 മണിക്കൂർ യൂട്യൂബിൽ അവൾ വീഡിയോ കണ്ടിട്ട് 4 മണിക്കൂറിനുള്ളിൽ അവൾ പ്രൊഫൈൽ പിക്ക് ചേഞ്ച് ആക്കി. ഇതാണ് പേടി എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു യൂട്യൂബർ പറയുന്ന, അതായത് അൽത്തൂസ് വേൾഡ് എന്നാണ് ഈ ഒരു യൂട്യൂബറിന്റെ ചാനലിന്റെ പേര്. പുള്ളിക്കാരൻ 1-2 ദിവസം കൊണ്ട് രേണു സുധിക്കെതിരായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അതായത് രേണു സുധി എന്നുള്ള പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഭയന്നിട്ടാണ് രേണു സുധി ഇൻസ്റ്റഗ്രാമിൽ സുധിച്ചേട്ടന്റെ ഫോട്ടോ മാറ്റി പകരം രേണു സുധിയുടെ ഫോട്ടോ ആക്കിയിട്ടുണ്ട്. അത് നമ്മളും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വ്ളോഗർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയമപരമായിട്ട് കേസ് കൊടുക്കും, സുധിച്ചേട്ടന്റെ വീട്ടുകാരുമായിട്ട് ചേർന്ന് പരാതി കൊടുക്കും, മരണപ്പെട്ടു പോയ ഒരാളുടെ ഇവൾ ഈ ഒരു അഴിഞ്ഞാട്ടം നടത്തുന്നത് എന്നൊക്കെ ആ ഒരു വ്ളോഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഭയന്നിട്ടാണ് രേണു സുധി പ്രൊഫൈൽ പിക്ക് മാറ്റിയെന്നാണ് ഈ ഒരു സഹോദരൻ പറയുന്നത്. എന്തായാലും അറിയത്തില്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ പരിപാടിയൊക്കെ തുടങ്ങിയില്ല ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഇനിയും സുധിച്ചേട്ടൻ്റെ പേര് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലോ എന്ന് വെച്ചിട്ടായിരിക്കണം
രേണുസുതി ബുദ്ധിപരമായിട്ട് കൊല്ലം സുധിയുടെ ഫോട്ടോ എങ്ങ് മാറ്റിയിട്ട് സ്വന്തം ഫോട്ടോ എടുത്തിട്ടത്. ഇവളല്ലേ ആള്, ഇതല്ല ഇതിനപ്പുറവും കാണിക്കും. അവക്ക് റീച്ചിനും പൈസയ്ക്കും വേണ്ടി എന്ത് നാറുത്തരവും കാണിക്കാൻ അവൾക്ക് ഒരു മടിയും ഇല്ല. എടാ കോപ്പേ, നീയൊക്കെ പള്ളിന്ന് വിളിക്കുന്നുണ്ട്, എന്നെ പറയാത്ത അപരാധങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ക്ഷമിക്കുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട്. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, പുല്ലേന്നും കോപ്പയെന്നൊക്കെ നിന്റെ പെണ്ണുമ്പളുണ്ട് വീട്ടിൽ, അവളെ ചെന്ന് വിളിച്ചോണം കേട്ടോടാ മറ്റവൻ. എന്തെല്ലാം അപരാധങ്ങളാണ് ഓരോ ദിവസവും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുന്നത് നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക്, കേരളത്തിലെ പാവപ്പെട്ട പ്രേക്ഷകർക്ക് എന്നാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന രേണു ദിവസം ഓരോ വീഡിയോയും ഇതുപോലെ പൊക്കി പിടിച്ചുകൊണ്ട് വരും. അതായത് എന്റെ വീഡിയോയ്ക്ക് താഴെ ഓരോരുത്തർ വന്ന് കമന്റ് ചെയ്യുന്നതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിനെക്കുറിച്ച് അങ്ങ് വീഡിയോ അങ്ങ് ചെയ്തങ്ങിടും. എന്നിട്ട് രേണു തന്നെ പറയും, എന്നെ നെഗറ്റീവ് പറയുന്നവരെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല പറയാം, കാരണം പറയുന്നവന്മാരവിടെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് രേണു തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇതൊക്കെ തന്നെ രേണുവിന് പ്രത്യേകിച്ച് ഒരു പൂടയും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇമാതിരിയുള്ള അപരാധങ്ങളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. കുറെ ആയാലും ഇത് ദിവസം ഓരോ വീഡിയോയും ഇതുപോലെ ഒരു കമന്റും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് അവനെ അപരാധം പറയുന്ന തരത്തിലോട്ട് പിന്നെ കുറെ അധികം വച്ചുകൊണ്ടിരിക്കുമെന്ന്. ഇത് തന്നെയാണ് ഇപ്പൊ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വേറെ കോണ്ടന്റുകളൊന്നും കിട്ടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രേണുവിന്. കാരണം ഇത് ഇത്തിരി ഓവറാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് എനിക്കൊരു കൂടെയും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതുപോലുള്ള കമന്റുകളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതിന്റെ ഉദ്ദേശം എന്തുവാണ് ശരിക്കും പറഞ്ഞാൽ? കാണുന്നതിന് കേൾക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല. ഇവിടെ ഇപ്പൊ ഒരു കോടി പുല്ല് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമന്റ് പൊക്കി പിടിച്ചുകൊണ്ടാണ് രേണു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. എന്നിട്ട് അവനെ പറയാത്ത അപരാധമില്ല. അത് പറഞ്ഞത് അവനാണോ അവളാണോ? പറഞ്ഞ ആ ഒരു വ്യക്തിയെ രേണു തിരിച്ചു പറയുന്നതിന് ഒരു കുഴപ്പമില്ല, രേണുവിനെ പറയുന്നതിന് മാത്രമേ കുഴപ്പമുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ രേണു തന്നെ പറയുന്നത് എല്ലാ ദിവസം എന്റെ കമന്റ് സെക്ഷൻ തുറന്നു കഴിഞ്ഞാൽ നല്ല പച്ച കാട്ട അപരാധങ്ങളാണ് ഓരോരുത്തർ വിളിച്ച് പറയുന്നതെന്ന് രേണു തന്നെ അതിന്റെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതും ഒന്നും അല്ല, ഇതൊക്കെ എന്തോന്ന് കോഴി പുല്ല്, ഇതെന്തോന്ന് ആരെ തെറിയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ മേലെ നല്ല ലെവലിലുള്ള പച്ചത്തെറികൾ രേണുവിന്റെ കമന്റ് ബോക്സ് നിറയെ കിടക്കുന്നുണ്ട് എന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യം രേണു തന്നെ തുറന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് അത് പിന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് അതിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ അന്ന് കൊലമ്പുന്നത് അവിടെ ഇരുന്നു. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ രേണുവിന്റെ നല്ല ശുദ്ധ നാടകമാണ്. അത് എടുത്തു പറയുന്നത് അനിവാര്യമാണ്. നല്ല പക്ക നാടകമാണ് എന്നുള്ളതാണ് സത്യം. കാരണം പോസിറ്റീവായിട്ടുള്ള സംഭവവികാസങ്ങളൊന്നും തന്നെ ഇനി രേണുവിന് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് രേണു തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലുള്ള നെഗറ്റീവ് സാധനങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കി അങ്ങ് ഇടുക. എന്നിട്ട് അതിന്റെ താഴെ വന്നിട്ട് നാട്ടുകാർ പൂരത്തെറി പറയുക. ഇത് ഈ ചെയ്തിട്ട വീഡിയോയ്ക്ക് താഴെ പോലും, അതായത് ഈ കോടി പുല്ല എന്ന് പറഞ്ഞ ആ ഒരു സാധനത്തിനാണ് രേണു ഈ ഒരു വീഡിയോ ചെയ്തിട്ടെന്ന് പറയുന്നത്. എന്നിട്ട് ഇതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകളൊന്ന് വായിച്ച് നോക്കണം. എന്റെ പൊന്നോ, അതുക്കും മേലെ നല്ല കാട്ടവരാതെ തെറികളാണ് ആ കമന്റ് സെക്ഷനിൽ മുഴുക്ക വന്നിരിക്കുന്നത്. ഒന്നുകിൽ ഈ കമന്റ് ഓഫാക്കി ഇടണം, ഇതുപോലുള്ള വീഡിയോസ് ചെയ്തിട്ട് ആ കമന്റ് ഓഫാക്കി ഇടണം. അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി വീഡിയോസ് ഇതുപോലുള്ള ഊളത്തരങ്ങൾ ചെയ്ത് വീഡിയോ ഉണ്ടാക്കാതിരിക്കുക. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതുപോലുള്ള ചെയ്തുകൾ രേണു ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം പിടിച്ചു നിൽക്കണമല്ലോ. കാരണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ പിന്നെ ഇതുപോലുള്ള സാധനങ്ങൾ അന്ന് ജനങ്ങളുടെ മുന്നിൽ ഇട്ടുകൊടുക്കുക. അപരാധങ്ങൾ വിളിച്ച് അങ്ങ് പൊങ്കാലിടട്ടെ, കുഴപ്പമില്ല, ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരും എന്നത് ഉറപ്പിച്ചുകൊണ്ടാണ് രേണു ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത തൊലിക്കട്ടിയല്ല, വല്ലാത്ത കഷ്ടം. ഈ ഒരു സഹോദരൻ പറയുന്ന കറക്റ്റ് കാര്യമല്ലേ? ഇവള് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ നെഗറ്റീവ് പറയുന്നവരും എനിക്കെതിരെ റിയാക്ഷൻ ചെയ്യുന്നവരൊക്കെ അവിടെ ഇന്ന് പറയത്തേ ഉള്ളൂ, ഞാൻ പറന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പറയുന്ന ഇവള് പിന്നെ ഒരു ഉളുപ്പുമില്ലാതെ ഓരോ കമന്റും പൊക്കി പിടിച്ചുകൊണ്ട് വരും. ഇതിപ്പോ എന്താ ഒരു പോടി പുല്ലേ എന്ന് വിളിച്ചത് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇവൾ ഇത്രയും അങ്ങ് കടന്ന് ഉറഞ്ഞു തുള്ളുന്നത്. ഇതൊന്നും അല്ല, ഇവളുടെ വീഡിയോസിന് താഴെ വരുന്ന കമന്റുകളുണ്ടല്ലോ, പച്ചത്തെറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചത്തെറിയും അപരാധങ്ങളുമാണ് ഇവളുടെ വീഡിയോസിന് താഴെ വരുന്ന കമന്റ്. അതിനൊന്നും കുഴപ്പമില്ല, ഒരു പോടി പുല്ല എന്ന് വിളിച്ചാണ് ഇവക്ക് വലിയ കാര്യമായി പോയത്. ആൾക്കാർ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? ഇപ്പൊ ഈ ഒരു സഹോദരൻ പറഞ്ഞ പോലെ തന്നെ ഇവക്ക് വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങൾ ഇവള് ചെയ്യത്തുള്ളൂ, പറയത്തുള്ളൂ. എന്നിട്ട് അതിനെതിരെ ആൾക്കാർ പ്രതികരിക്കുമ്പോഴത്തേക്കും അവൾക്ക് അത് ഭയങ്കരമായിട്ട് അങ്ങ് കൊള്ളും.